സൺ ടി വിയിൽ കലാനിധിമാരന്റെയും ദയാനിധിമാരന്റെയും ഓഹരി തർക്കവും കുടുംബകലഹവും അങ്ങാടിപ്പാട്ട്. സൺ നെറ്റ്വർക്കിന്റെ ഓഹരികൾ അനധികൃത വഴികളിൽ കലാനിധി സ്വന്തമാക്കിയെന്നാണ് ദയാനിധിയുടെ ലീഗൽ നോട്ടീസ്. സംഭവം വാർത്തയായപ്പോൾ സൺ ടി വി ഓഹരി ഇടിഞ്ഞത് 5% വരെ. ദയാനിധിയുടെ ആരോപണം പ്രൈവറ്റ് കമ്പനി ആയിരുന്ന കാലത്തെ 22 വർഷം മുമ്പത്തെ പഴഞ്ചൻ സംഭവമെന്ന് സൺ ടി വി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയിച്ചു. കുടുംബകലഹം വ്യക്തികാര്യങ്ങളെന്നും വിശദീകരണം. ഇലക്ട്രിക് വാഹനം, റോക്കറ്റ്, എക്സ്, സ്റ്റാർലിങ്ക്, അതിനെല്ലാം ശേഷം നമ്മുടെ പോക്കറ്റിൽ കണ്ണുവെച്ച് ആഗോള അതിസമ്പന്നൻ ഇലോൺ മസ്ക് എക്സ് മണി എന്ന പേരിൽ ധനകാര്യ സേവന രംഗത്തേക്ക് കടന്നേക്കും. നിക്ഷേപം, ട്രേഡിംഗ്, ഷോപ്പിംഗ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന സൂപ്പർ ആപ്പാണ് മസ്കിന്റെ ലക്ഷ്യം. വിദേശ പഠനത്തിന്റെ ലാൻഡ്സ്കേപ്പും സ്കോപ്പും മാറുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ പുതുവഴികൾ. പഠന കുടിയേറ്റ അവസരങ്ങൾക്കായി കാനഡയും UK-യും ഒക്കെ വിട്ട് ജർമ്മനി, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ തെരഞ്ഞെടുക്കുന്നതായി കണക്കുകൾ. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് പഠനത്തിന് പോയവർ 7.5 ലക്ഷത്തിലേറെ. അഹമ്മദാബാദ് ദുരന്തത്തിന് ശേഷം പ്രതിസന്ധികളെ മറികടക്കാൻ പ്രയാസപ്പെട്ട് എയർ ഇന്ത്യ വിദേശ സർവീസുകൾ 15% കുറയ്ക്കേണ്ടി വന്നതിനൊപ്പം യാത്രാ നിരക്കുകൾ താഴുന്നതായും റിപ്പോർട്ടുകൾ. യാത്രയ്ക്ക് എയർ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണത്തിൽ 1/3 കുറവ്. ഓഹരി വിപണിയിൽ നിന്ന് സമീപഭാവിയിൽ വലിയ ലാഭം കൊതിക്കരുതെന്ന് വിപണി വിദഗ്ധനായ പ്രശാന്ത് ജെയിൻ. ഇന്ത്യൻ വിപണിക്ക് ഇന്ന് ന്യായമായ മൂല്യമുണ്ട്. GDP വളർച്ച 10-12% ലാഭ വളർച്ചയും അതിനനുസരിച്ചാവും. ചാടിപ്പറിക്കാൻ പാകത്തിൽ പഴങ്ങളൊന്നുമില്ല. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.